എന്താ ശങ്കണ്ണി താഴെ വിളിക്കുകയാണോ? നമസ്കാരം സാറേ. നമസ്കാരം. എന്താ ഒത്തിരി നാളായി സാറിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട്. എന്താ കാര്യം? അല്ലെ, കാത്തു സൂക്ഷിച്ച ഒരു കസ്തൂരി മാമ്പഴം കാക്ക ഒത്തിക്കൊണ്ടുപോകുന്നല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് ശങ്കുണ്ണി കവിതയിലാണല്ലോ. ചുമ്മാ കൊത്തിക്കൊണ്ട് പോട്ടെ ശങ്കുണ്ണി, അതിനും വല്ലതും കിട്ടണ്ടേ എന്ന് പറഞ്ഞ പോലെയാണ് സാറിന്റെയും ഗതി. എന്റെ ഗതിയോ? അതെ. അതെന്താ? ആട്ടെ, ഇവിടുത്തെ വിമല കുഞ്ഞിനെ സാറിന് ഇഷ്ടമാണോ? അറിഞ്ഞേ തീരുവോ? അല്പം ഇഷ്ടമാണ്. എന്നാ വേറൊരാൾക്ക് ഇഷ്ടമാണ്. ആര്? ഞങ്ങളുടെ ഓഫീസർക്ക് അവരെ വലിയ പ്രിയമാണ്. ആ കുഞ്ഞിന് ജോലി ചെയ്യാൻ തന്നെ നേരമില്ല. എപ്പോ നോക്കിയാലും ഓഫീസറും പ്രിയം. ഇത്രയേ ഉള്ളൂ? അവളെ ആർക്കും ഇഷ്ടം തോന്നും, അത്ര നല്ലവളാണ് അവൾ. അങ്ങനെയുള്ള ഇഷ്ടമല്ല സാറേ, പിന്നെ പ്രേമം. ഓഹോ. ഓഫീസറുടെ കാലിന്റെ ഓണാണ് കേൾക്കുന്നത്. ഞാൻ പോണു സാർ. ഇറങ്ങുന്നില്ലേ സാർ? ശരി. എന്താ മോളെ ഇത്ര വൈകിയത്? കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു അച്ഛാ. ബസ് കിട്ടിയോ? ഇല്ലച്ചാ, പിന്നെ ഓഫീസറുടെ കാറിൽ അദ്ദേഹം ഇവിടെ കൊണ്ട് വിടുകയായിരുന്നു. ഇവിടെ കൊണ്ടുവിട്ടോ? അതെ. പിന്നെ എന്താ അദ്ദേഹം ഇവിടെ കേറാത്തത്? ഇനി ഒരിക്കൽ വരാമെന്ന് പറഞ്ഞു. ലോകരെ കുറച്ചൊക്കെ ഭയക്കണം മോളെ. വലിയവരുമായി ഇടപഴകുമ്പോ നമ്മൾ സൂക്ഷിക്കണം. അവർക്കൊന്നും വരാനില്ല. പാവങ്ങൾക്ക് സ്ഥാനവും മാനവും നഷ്ടപ്പെടാറുള്ളൂ. രാത്രി ആയതുകൊണ്ട് അദ്ദേഹം നിർബന്ധിച്ചു കൊണ്ടുവിട്ടതാണ്. നല്ല സൗമ്യനായ മനുഷ്യൻ. ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടോ? ഭാര്യയില്ല, ഒരു കുട്ടിയുണ്ട്. മേലാൽ ഇത് ആവർത്തിക്കരുത്. മാലതിയുടെ അന്തസ്സെങ്കിലും മോൾ ആലോചിക്കണം. നിനക്ക് ഈ കുടുംബകാര്യങ്ങൾ നോക്കാനുള്ള കഴിവൊന്നുമില്ല. അതിന്റെ ചേച്ചിക്ക് ഇങ്ങനെ അറിയാമെന്ന് സമ്മതിച്ചല്ലോ. മുല്ലയുടെ ചുവട്ടിൽ നിൽക്കുന്ന തുമ്പയ്ക്കും കുറേ മണം കാണും. കാണും, പക്ഷേ നിനക്കത് കാണുന്നില്ലെന്ന് പറയായിരുന്നു. സത്യത്തിൽ നാം രണ്ടുപേരും ചെയ്തത് ഒരു തെറ്റാണ്. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് മതിയായിരുന്നു നിന്റെ വിവാഹം. അത് ചേച്ചി അനുവദിക്കണ്ടേ? ത്യാഗം സഹിക്കാനായി ജനിച്ച സ്ത്രീ. നീ നിന്റെ ചേച്ചിയുടെ ഒരു പടം വെച്ച് എന്നും പൂജിക്കണം. ഇക്കണക്കിന് എന്നെ കൊണ്ടാക്കിക്കളയുമെന്നാണല്ലോ തോന്നുന്നത്. ചേച്ചിയെ വർണ്ണിക്കുന്ന വർണ്ണന കേട്ടിട്ട്. കൊണ്ടാക്കി കളയുന്നുള്ള തീർച്ച. എന്തിനാ? പ്രസവത്തിൽ. ചേട്ടാ, ചേട്ടനെ ഈടെ അങ്ങോട്ടെങ്ങും കാണുന്നില്ലല്ലോ. ചേട്ടന്റെ മനസ്സ് വളരെ മോശം. കല്യാണം കഴിക്കാൻ സമ്മതിക്കാതിരുന്നാൽ ഇത്ര കെറുവോ? ചേട്ടാ, എന്തു വേണം? ചേട്ടാ, എത്രാമത്തെ റാങ്കാണ് എനിക്ക്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓ, ശിശുവല്ലേ? നീ ഒരു 10-20 കൊല്ലം വേണം മനസ്സിലാക്കാൻ. ഞാൻ ചേട്ടന്റെ വിമലയാണ്. ചേട്ടൻ? അതാണ് ഞാൻ ചോദിച്ചത്, എത്രാമത്തെ റാങ്കുള്ള ചേട്ടനാണെന്ന്. ഞാൻ ജീവിതത്തിൽ ഒരാളെ മാത്രമേ ചേട്ടാന്ന് വിളിച്ചിട്ടുള്ളൂ. ഓ, മറ്റുള്ളവരെങ്ങനെ വിളിക്കാൻ ഒക്കില്ലല്ലോ. അങ്ങനെയുള്ള സ്ഥാനങ്ങൾ അവരെ സങ്കല്പിച്ചു പോയിരിക്കും. ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ധരിക്കുന്നത് തെറ്റും, വിമല ചെയ്യുന്നതല്ല ശരി. ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാരെ സ്നേഹിക്കാൻ കഴിയുന്നത് ഒരു അത്ഭുത സിദ്ധി തന്നെയാണ്. ചേട്ടാ, ഈ വിളിക്ക് കറുകപ്പുല്ലിന്റെ വില പോലും ഞാൻ കത്തിക്കുന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിനക്ക് ഞാനിന്ന് നിസ്സാരനാണെന്ന് തോന്നുന്നു. ഒരിക്കലും തോന്നിയിട്ടില്ല ഏട്ടാ. നിനക്കിന്ന് കയറി നടക്കാൻ നല്ല ഒന്നാം തരം കാറുകളുണ്ട്, കളിപ്പിക്കാൻ കുഞ്ഞുണ്ട്, ഇരിക്കാൻ നല്ല കുഷൻ കസേരകളുണ്ട്. ഇല്ല ചേട്ടാ, ഒന്നുമില്ല. എനിക്കുള്ളത് ചേട്ടൻ മാത്രമാണ്. ഭംഗിവാക്കുകൾ പറയാതെ. എന്റെ കണ്ണുകൾ കണ്ട കാഴ്ചക്ക് നീ ഇനി തിരശീല കെട്ടണ്ട. ഞാൻ ഓഫീസറുടെ കാറിൽ വന്നതാണോ ചേട്ടൻ കണ്ടത്? ഓഫീസർ? എന്റെ ചേട്ടാ,
അദ്ദേഹം എന്റെ ഓഫീസറല്ലേ? 7 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാറിൽ കയറൂ കൊണ്ടുവിടാം എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് ഞാൻ പറയാമോ? അത് അദ്ദേഹത്തിന്റെ ഒരു അപമാനമല്ലേ? നിനക്ക് അപമാനമില്ല, അദ്ദേഹത്തിന്റെ അപമാനത്തിലാണ് നിനക്ക് ഉത്കണ്ഠ. എന്ത് കാണരുതെന്ന് ആഗ്രഹിച്ചോ അത് തന്നെ കണ്ടു. ചേട്ടൻ എന്നെ വിശ്വാസമില്ലേ? അശേഷമില്ല. ഞാൻ ദുഷ്ടിപോയെന്നാണോ? 100%, 100%. ശരി, എന്നാൽ ഞാൻ പോവുകയാണ് ചേട്ടാ. യുഗാവസാനത്തിലെങ്കിലും ഞാൻ പരിശുദ്ധിയാണെന്ന് ബോധ്യമാകുമ്പോൾ ചേട്ടൻ എന്നെ വിശ്വസിച്ചാൽ മതി. മോളെ, ആ രാജനെ ഈയിടെയായിട്ട് കാണണേ ഇല്ലല്ലോ. പഠിത്തവും എഴുത്തുമായിരിക്കും. അതോ വല്ല പരിഭവമാണോ? രാജേട്ടൻ എന്താ പരിഭവം? അവൻ നല്ലവനാ. മാലതിക്കിത് 9ാം മാസമാണെന്ന് തോന്നുന്നു. വിളിക്കണ്ടേ അച്ഛാ? വിളിച്ചാലോ? ഒരു പ്രസവമൊക്കെ അന്വേഷിക്കാന്ന് വെച്ചാ പണം കുറെ വേണ്ടേ മോളെ? അത് വിചാരിച്ചാൽ പറ്റുമോ? നാട്ടു നടപ്പ് നോക്കണ്ടേ? അച്ഛന് അഭിപ്രായം ഒന്നുമില്ല. മോക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാ അതങ്ങ് ചെയ്യണം. അമ്മയില്ലെന്നല്ലാതെ അവൾക്ക് മറ്റു കുറവുകളൊന്നുമില്ലല്ലോ. അതൊരു ചെറിയ കുറവല്ല മോളെ. വിളിച്ചില്ലെങ്കിൽ അവൾക്കെന്ത് തോന്നും? വിവാഹക്കടം ഇനിയും തീർന്നിട്ടില്ല. അതൊക്കെ നമ്മൾ അറിഞ്ഞാൽ മതിയല്ലോ. എന്നാ വിളിക്ക്. എങ്കിലും ഒരാൺതടി ഉള്ളവൻ ഇവിടം വിട്ടപ്പോ സർവവും മറന്നില്ലേ? ഓക്കെ. ഓ യെസ്. ഓക്കെ. 2 മാസത്തെ ലീവ് വേണം. എന്തിനാ? അനുജത്തി പ്രസവത്തിന് വരുന്നു. അനുജത്തി പ്രസവത്തിന് വരുന്നതിന് ജ്യേഷ്ഠത്തിക്കാണോ ലീവ്? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പ്രസവിക്കുന്നവരാണ് ലീവ് എടുക്കാൻ. അമ്മയില്ല, അവൾക്ക് ഞാനേ ഉള്ളൂ. മാലതി, എന്താ? ഇത് ആര് വരുന്നുണ്ടോ? അയ്യോ ചേച്ചി, കഴിഞ്ഞ ആഴ്ചയിൽ വരാന്ന് പറഞ്ഞിട്ട് ഇന്നാ ചേച്ചി വരുന്നത്. നല്ല ആളാ. സമയം കിട്ടിയില്ല മാലതി. ചേച്ചി നേരത്തെ തിരിച്ചോ? തിരിച്ചു. ഓഫീസ് പോണ്ടേ ചേച്ചിക്ക്? ഇനി നീ പ്രസവിച്ചിട്ടേ പോകുന്നുള്ളൂ. മിഡ്വൈഫ് ആകാൻ തീരുമാനിച്ചിട്ടുള്ള വരവായിരിക്കും. അച്ഛന് സുഖമാണ് ചേച്ചി. ആ പിന്നെ ചേട്ടന്റെ എഴുത്തുണ്ടോ? ജോലി കിട്ടിയോ? അച്ഛന്റെ സൂക്കേട് കുറവുണ്ട്. ഗോപിയുടെ കത്ത് വന്നിട്ട് 1-2 ആഴ്ചയായി. ഇരിക്കുന്നേ. നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഞങ്ങൾ ആശുപത്രി ബുക്ക് ചെയ്തു. ഈ മിഡ്വൈഫ് പോരെന്നാ ഞങ്ങളുടെ അഭിപ്രായം. അച്ഛൻ പറഞ്ഞു വിളിക്കണമെന്ന്. ചേച്ചിക്ക് അത് പ്രയാസമല്ലേ? അതൊന്നും നീ അറിയണ്ട. നിന്റെ സുഖമാണ് ചേച്ചിയുടെ സുഖം. ആ, അച്ഛൻ കാത്തിരിക്കും. ഇന്ന് തന്നെ പുറപ്പെടണം. ഇന്നോ? അതെ, ഇന്ന് തന്നെ. ശരി, പൊയ്ക്കളയാം. ചേച്ചിയുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ. അപ്പോ ശ്രീമതി എന്ത് പറയുന്നു? യാത്രയൊക്കെ സുഖമായിരുന്നു. സുഖമായിരുന്നു. വേണ്ട മോളെ, നീ നന്നായി വരും. മോളെ, നീ ഒന്ന് ക്ഷീണിച്ചു പോയല്ലോ. ഏയ് അതൊന്നുമല്ല. രാജശേഖരൻ ഇവിടെ കൊണ്ടുപോയി പട്ടിണി കിട്ടു എന്നാണ് തോന്നുന്നത്. ഇവളവിടെ വന്നതിന് ശേഷം അരിക്ക് വലിയ ക്ഷാമമാണ്. എന്താ കാര്യമെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ കണ്ടമാനം കഴിക്കുന്നുണ്ടായിരിക്കും. ആയിരിക്കും. കുഞ്ഞി എന്ന് കുളിച്ചിട്ട് വരും. യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ. സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ടല്ലോ. കുളി കഴിഞ്ഞാൽ ഉടനെ ഊണ് കിട്ടണം. ഓ, ഞാനത് മറന്നുപോയി. ഞാൻ അടുക്കളയിലേക്ക് ഇല്ലട്ടെ. ചെല്ലു മോളെ, ഇനി താമസിപ്പിക്കണ്ട. കുളിച്ചിട്ട് വരും. പോകും കുഞ്ഞി. മോളെ, മോളെ, നിനക്കവിടെ സുഖം തന്നെയല്ലേ? നല്ല സ്നേഹമുള്ള ആളാണ് അച്ഛാ. എനിക്കൊരു തലവേന വന്നാ മതി, പിന്നെ ഊണ് ഉറക്കം ഒന്നുമില്ല. എല്ലാം ഗുരുവായൂരപ്പന്റെ കടാക്ഷം. ഭഗവാനെ. എന്താണ് മാലതി?
നിന്നോട് ദേഹം എടുക്കാൻ ഞാൻ അറിയുന്നില്ലേ? ഓ ഇതെന്ത് ദേഹം ഇളക്കല ചേച്ചി? ഒന്നും ചെയ്യണ്ട, വെറുതെ പോയിരുന്നാൽ മതി. എനിക്കൊന്ന് കുളിക്കണമല്ലേ? വെള്ളി ചൂടായിട്ടുണ്ട്. ഇതെല്ലാം ചേച്ചി തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെയാ? നീ ഒന്നും അറിയണ്ട, ആഹാരം കഴിച്ച് അടങ്കാതെ ഒരു ഭാഗത്തിലിരുന്നാൽ മതി. ഗർഭകാലത്ത് സ്ത്രീകൾ നല്ലതുപോലെ ജോലി ചെയ്യണം. എവിടെ നീ എന്നിരുത്തറിയ ചേച്ചി? അതൊക്കെ സ്വന്തമായി ചെയ്തോളും ചേച്ചി. അവിടെ വെച്ച് എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാറില്ല. എന്നാലും നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നാം അത് നോക്കണ്ടേ? ആ, നീ അച്ഛൻ്റെ അടുത്ത് എന്ന് രാമായണം എടുത്ത് വായിച്ചോണ്ടിരി. ഗർഭകാലത്ത് ഈശ്വരഭക്തിയോടുകൂടി ഇരിക്കണം. പോ. ചേച്ചിയാണെങ്കിൽ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല. അതൊരു ഭാഗ്യമല്ലയോ? അല്ല, നിന്റെ മുഖത്തെന്താ മോളെ ഒരു വളർച്ച? നീ പാട് പറഞ്ഞായിരുന്നോ? അയ്യോ, പാല് കിടന്ന് വളർന്നത് ഗർഭിണികള്. വലിയ പാറൊന്നും എടുക്കരുത്. നിങ്ങൾ കഷായം വല്ലതും കുടിക്കണുണ്ടോ? എന്തിനാ? കൊള്ളായെങ്കിൽ വന്നു 7-ാം മാസം തുടങ്ങിയാൽ കുടുംബത്തോട്ട് കഷായം വെച്ച് കുടിക്കണം. സുഖപ്രസവത്തിനാ മോളെ. അതൊന്നും ചേച്ചിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ചേച്ചിക്ക് ഈ ഇടയായിട്ട് വേറെ കുറെ അറിവൊക്കെ ഉണ്ട്. എന്റെ മോളെ, നിന്റെ കെട്ടിയവനെ സൂക്ഷിച്ചോളാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ അത് ശനാവശ്യം പറയുന്നത്? മോളെ, നീ ഒരു ശുദ്ധഗതിക്കാരി. നീയൊക്കെ എന്തറിയുന്നു? ഇപ്പൊ അവിടെ ആഫീസറുമായിട്ട് വലിയ ലോക്യത്തിലാണ്. രാത്രി കാറിലൊക്കെയാണ് കൊണ്ടുവിടുന്നത്. അയാൾ തെറ്റിപ്പില്ലല്ലോ. ഇതിന്റെ അകത്ത് ഇനി അയാൾ കയറി നേരാണോ വിട്ടിച്ച്? ഓ, ഞാൻ പറഞ്ഞാലും നുണയാണെന്ന് തോന്നും. മോളെ, നിന്റെ കെട്ടിയവന്റെ കൂടെയും ചില ചിരിയും കളിയൊക്കെ ഉണ്ട്. സൂക്ഷിച്ചോണ്ട് മോളെ. ഈ ഒരു പൊട്ടിയാണ്. എനിക്ക് കേൾക്കണ്ട. ചേച്ചി, ഇതാ പ്രസാദ്. ഇതാ മാലതി പ്രസാദം. പ്രസാദ് ഹൃദയശ്രീക്ക് ആദ്യം തൊടിയിച്ചല്ലോ. എനിക്ക് വേണ്ട. മാലതി, ഞാനെല്ലാം കണ്ടുകൊണ്ട് തന്നെയാ വരുന്നത്. ആണുങ്ങൾക്ക് അഭിമാനം വേണം. ഒരു വീട്ടിലുള്ളവരെ മുഴുവൻ ഭാര്യമാരാക്കരുത്. മലതി, ഇതാ സൂപ്പ് കുടിക്കും. എന്താടി ഒരു രുചി? വിഷത്തിന്റെ രുചി. ഓ, നിനക്ക് ധാരാളം വിഷം കുടിച്ച് പ്രാക്ടീസ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എന്താ മാലതി ഒരു വല്ലാതെ? ഒന്നുമില്ല. ചേച്ചി, ചായ ഉണ്ടോ? എനിക്ക് കുറച്ച് ചായ വേണം. ഇപ്പൊ തരാം. നീ ഒരു മൂർഖം പാമ്പാണെന്ന് തോന്നുന്നല്ലോ. നിന്റെ ഹൃദയത്തിൽ ഇത്രയും വിഷമുണ്ടോ? ചിലരുടെ ഹൃദയത്തിൽ തേൻ കാണും. ആ, നീ ചെല്ലട്ടെ, ഞാൻ ചോദിച്ചോളാം. ഡോക്ടർ എന്ത് പറഞ്ഞു? ആദ്യത്തെ പ്രസവമായതുകൊണ്ട് വല്ല വിഷമവും. ഭയപ്പെടാനൊന്നുമില്ല. അച്ഛൻ സമാധാനമായിരിക്കും. എന്തോ എന്തോ പെൺകുട്ടി അല്ല, മോളെക്കടം ധൃതിയായോ? കുറച്ചു നേരം കൂടി ഒന്ന് ക്ഷമിച്ചേ പറ്റൂ. മിസ് മരാണ്ട, നിങ്ങൾ എപ്പോ നോക്കിയാലും ലീവിലാണല്ലോ. എന്താ കാരണം? എന്റെ മമ്മിക്ക് സുഖമില്ല. ഇപ്പോഴെങ്ങനെയുണ്ട്? കുറച്ച് ഭേദമുണ്ട്. ഇനി ഒരിക്കലും ഇങ്ങനെ ലീവ് എടുക്കരുത്. താങ്ക്സ്. It's all right.